ബി.ജെ.പി. നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാമത് കെ ദിവാകരൻ ബലിദാന ദിനാചരണം സംഘടിപ്പിച്ചു. വലപ്പാട് ചന്തപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് കോതകുളം സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കിയത് ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റിനെ മാത്രമല്ല, രാജ്യത്തിനു വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു സൈനികനെ കൂടി ആയിരുന്നുവെന്ന് ഉല്ലാസ് ബാബു പറഞ്ഞു. ബി.ജെ.പി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ സെക്രട്ടറിമാരായ EP ഹരീഷ് മാസ്റ്റർ, EP ജാൻസി, നേതാക്കളായ PV ആനന്ദൻ, KV അരുൺഗിരി, കാർത്തികേയൻ, ഷൈജു കൊട്ടുകൽ, വാസുദേവൻ തെക്കിനിയടത്ത്, ഉമ്മർ പൊക്കാക്കിലത്ത്, മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ, സിജി സോമസുന്ദരൻ, ഡനീഷ് മടത്തിപ്പറമ്പിൽ, സോമദത്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് നമ്മളിങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം കൂടുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൂനിയർ ടീമുകളിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. സീനിയേഴ്സായിട്ടുള്ള പ്രവർത്തകർ ഒരു കാലഘട്ടത്തിൽ, അന്ന് പഞ്ചായത്ത് മെമ്പറോ നിയമസഭയോ ലോകസഭയിലോ അധികാരങ്ങളിലോ ഭാരതത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലോ ഒന്നും BJP ഇല്ലാത്ത സമയം നമ്മൾ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളും ഒരു കാലഘട്ടത്തിൽ ഈ നാടിനകത്ത് വളർന്നു വരുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ നാടുകളിൽ അന്ന് 5 പേര് 10 പേരാണ് ഒരു നാട്ടിനകത്തുണ്ടാവുക. അവരെയും കളിയാക്കും. BJP അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയപ്പെടുന്ന സമയത്ത് അന്നത്തെ ആളുകൾ കളിയാക്കും. അന്ന് 2 പേരും 5 പേരും 3 പേരും 10 പേരും 100 പേരും മാത്രമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യയശാസ്ത്രം ഈ നാട് അംഗീകരിക്കുന്ന കാലം വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 5 പേര് പഞ്ചായത്തിലും ഉണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കാൻ 10-200 പേരുമുണ്ട്.